ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ അന്തിമ 11-ലേക്ക് ആരൊക്കെയായിരിക്കും ഇടം പിടിക്കുക എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ. കഴിഞ്ഞ ദിവസമായിരുന്നു ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ 15-അംഗ സ്ക്വാഡിനെ BCCI പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ ടീമിലേക്കുള്ള പ്ലേയിങ് കോമ്പിനേഷനുകളുമായി ബന്ധപ്പെട്ട ചില നിർണായക അപ്ഡേറ്റുകളാണ് കോച്ച് ഗൗതം ഗംഭീർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പ്രസ് റിലീസിൽ പറഞ്ഞത്. കഴിവുള്ള എല്ലാ താരങ്ങളെയും അവരുടെ കഴിവിനനുസരിച്ച് കൃത്യമായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുവാൻ തന്നെയാണ് തങ്ങൾ പരിശ്രമിക്കുന്നത്. ഓപ്പണിംഗിൽ 1-ാം സ്ഥാനം മുതൽ 11-ാം താരത്തെ വരെ ഏറ്റവും അനുയോജ്യമായ താരങ്ങളെ മാത്രം തിരഞ്ഞെടുക്കാനായാണ് തങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. പല സ്ഥാനങ്ങളിലേക്ക് 3-ലധികം താരങ്ങൾ മത്സരരംഗത്തുള്ളതിനാൽ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക എന്നത് തങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഏറ്റവും മികച്ച താരത്തെ തന്നെ ഓരോ സ്ലോട്ടിലേക്കും എടുക്കുവാനായാണ് തങ്ങൾ ശ്രമിക്കുന്നത്. 1-ാം T20 ബാറ്ററായ അഭിഷേക് ശർമ്മയെയും തുടരെ സെഞ്ചുറികളുമായി കളമറിഞ്ഞ സഞ്ജു സാംസണെയും ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസി റോളിൽ തിളങ്ങുന്ന ശുഭ്മാൻ ഗില്ലിനെയും ഉൾപ്പെടെ ഒരേ റോളിലേക്ക് പരിഗണിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. ബാറ്റിംഗ് ഓർഡറിൽ അനിവാര്യമായ ചേഞ്ചുകൾ ആവശ്യമെങ്കിൽ അതിനും തങ്ങൾ തയ്യാറാണെന്നുള്ള സൂചനയാണ് ഗംഭീർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഓപ്പണിംഗിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയും തുടരുമെന്നുള്ള സൂചനകളാണ് ഗംഭീറിന്റെ ഏറ്റവും പുതിയ പ്രസ് റിലീസിൽ നിന്നും വ്യക്തമാകുന്നത്. ശുഭ്മാൻ ഗിൽ വൺ ഡൗണായി എത്തുമ്പോൾ ശേഷം സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ എന്നിങ്ങനെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ക്രമീകരിക്കാനായിരിക്കും ഗംഭീരയുടെ പദ്ധതിയിടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.